മനുഷ്യരാശിക്ക് ഇന്നും ഉണങ്ങാത്ത മുറിവാണ് ചെർണോബിൽ. 1986 ഏപ്രിൽ 26 ആ ഭീകരമായ രാത്രിയിൽ ഹിരോഷിമയെ നടുക്കിയ ദുരന്തത്തിന്റെ 500 മടങ്ങിലധികം തീവ്രതയോടെയാണ് ആണവ വികിരണങ്ങൾ ആ നഗരത്തിൽ മേൽ ഒഴുകിയെത്തിയത്. ഉക്രൈനിലെ പ്രിപ്യാറ്റ് നഗരത്തിന് സമീപമുള്ള ചെർണോബിൽ ആണവ നിലയത്തിലെ 4ാം നമ്പർ റിയാക്ടറിലുണ്ടായ അപ്രതീക്ഷിത സ്ഫോടനമായിരുന്നു അത്. റിയാക്ടറിലെ 5% ഇന്ധനം മാത്രം ചോർന്നപ്പോഴേക്ക് മരണപ്പെട്ടത് ആയിരങ്ങൾ. വിവിധ സംഘടനകളുടെ കണക്കുകൾ പ്രകാരം ചെർണോബിൽ ആണവ വികിരണമേൽപ്പിച്ച ദുരന്തത്തിൽ കഴിഞ്ഞ 4 പതിറ്റാണ്ടിനിടെ മരിച്ചത് ഏകദേശം 2 ലക്ഷത്തോളം ആളുകളാണ്. ബെലാറസ് അതിർത്തിയിൽ നിന്ന് 20 കിലോമീറ്റർ അകലെ ഉഷ് പ്രിപ്യാറ്റ് നദികളുടെ സംഗമ സ്ഥാനത്താണ് ഈ നിലയം സ്ഥിതി ചെയ്തിരുന്നത്. സ്ഫോടനത്തെ തുടർന്ന് കാറ്റിലൂടെയും മഴയിലൂടെയും വികിരണം വടക്ക് പടിഞ്ഞാറൻ മേഖലയിലേക്ക് വ്യാപിച്ചു. അപകടം നടന്ന് 40 മണിക്കൂറുകൾക്ക് ശേഷമാണ് അധികൃതർ പ്രിപ്യാറ്റ് നഗരം ഒഴിപ്പിച്ചത്. ആദ്യ സ്ഫോടനത്തിൽ 2 ഓപ്പറേറ്റർമാർ കൊല്ലപ്പെട്ടു. തുടർന്ന് രക്ഷാപ്രവർത്തനത്തിന് എത്തിയ 28 അഗ്നിശമന സേനാംഗങ്ങളും ആരോഗ്യ പ്രവർത്തകരും 3 മാസത്തിനുള്ളിൽ റേഡിയേഷൻ ബാധിച്ച് മരിച്ചു. സ്ഫോടനത്തെ തുടർന്ന് അന്തരീക്ഷത്തിൽ ഉയർന്ന റേഡിയേഷൻ മേഘങ്ങൾ ബെലാറസ്, ഉക്രൈൻ, റഷ്യയുടെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ വലിയ നാശമുണ്ടാക്കി. മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ എത്തിയ 6 ലക്ഷത്തോളം ലിക്വിഡേറ്റർമാരിൽ പലരും പിന്നീട് ഹൃദയാഘാതം മൂലവും റേഡിയേഷൻ സംബന്ധമായ അസുഖങ്ങൾ മൂലവും മരണപ്പെട്ടു. 1990ഓടെ ബെലാറസിലെ 3000-ലധികം കുട്ടികളിലാണ് തൈറോയ്ഡ് ക്യാൻസർ റിപ്പോർട്ട് ചെയ്തത്. ചെർണോബിൽ ആണവ ദുരന്തം നടന്നിട്ട് ഇന്ന് 4 പതിറ്റാണ്ടാകുന്നു. ഇന്ന് ചെർണോബിൽ ആണവ നിലയം ഇരിക്കുന്ന യുക്രൈൻ ഒരു യുദ്ധകലിയുടെ ബാക്കി പത്രമാണ്. 2025 റഷ്യയുടെ ഡ്രോൺ ആക്രമണത്തിൽ തകർന്ന ചെർണോബിൽ ആണവ നിലയത്തിന്റെ ഒരു ഭാഗം ഇപ്പോഴും പൂർണ്ണമായി അറ്റകുറ്റപ്പണി ചെയ്യാനായിട്ടില്ല. റേഡിയോ ആക്റ്റീവ് സൈറ്റ് പൂർണ്ണമായും സംരക്ഷിക്കുന്നതിന് ചെലവേറിയ അറ്റകുറ്റപ്പണികൾ ആവശ്യമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ആണവ ദുരന്തത്തിന് ഇരയായ ചെർണോബിൽ ആണവ നിലയത്തിന്റെ ഭാഗം മൂടുന്ന സംരക്ഷണ കമാനത്തിലേക്കാണ് കഴിഞ്ഞ വർഷം റഷ്യൻ സ്ട്രൈക്ക് ഡ്രോൺ ഇടിച്ചു കയറിയത്. ഒഴിവായത് മറ്റൊരു വലിയ ലോക ദുരന്തം തന്നെയായിരുന്നു. ഇവിടുത്തെ കേടായ റിയാക്ടറുകൾ മൂടുന്ന 256 മീറ്റർ വീതിയുള്ള ഉരുക്ക് പാനലിലാണ് ഡ്രോൺ ആക്രമണത്തിൽ ദ്വാരമുണ്ടായത്. തൊഴിലാളികൾ ഈ ദ്വാരം അടയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അപകടകരമായ അന്തരീക്ഷം പൂർണ്ണമായും ഒഴിവാക്കണമെങ്കിൽ ഇനിയും ഒരുപാട് അറ്റകുറ്റപ്പണികൾ വേണം. മിക്കയിടങ്ങളിലും ആണവ വികിരണ ചോർച്ചയുടെ അളവ് സാധാരണ നിലയിലാണെങ്കിലും പണ്ട് അപകടമുണ്ടായ റിയാക്ടറിന് ചുറ്റുമുള്ള ഇടങ്ങളിൽ ചോർച്ച ഇപ്പോഴും വലിയ ഭീഷണി ഉയർത്തുന്നുണ്ട്. ചെർണോബിൽ ഇന്ന് ഒരു സ്മാരകം മാത്രമല്ല, മനുഷ്യരാശിക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. 1986 ഏറ്റ ആഴത്തിലുള്ള ആ മുറിവ് 4 പതിറ്റാണ്ടിനിപ്പുറവും ഉണങ്ങാതെ നിൽക്കുന്നു. ഇനിയൊരു ചെർണോബിൽ ആവർത്തിക്കാതിരിക്കാൻ ലോകം ജാഗ്രതയോടെ ഒരുമിച്ച് നിൽക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു.